ആഫ്റ്റർ +2 ബയോളജി സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് MBBS തന്നെയായിരിക്കും അല്ലെ. അപ്പൊ MBBS എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ MBBS-ഉം ഒന്ന് എബ്രോഡ് MBBS-ഉം. ഇന്ത്യൻ MBBS ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നീറ്റ് നല്ല മാർക്കോട് കൂടി ക്വാളിഫൈ ആവണം. അതുമല്ല അഫോർഡബിൾ ഫീസിൽ ഇന്ത്യയിൽ പഠിക്കുക എന്ന് പറയുന്നത് അത്ര സാധ്യമായിട്ടുള്ള കാര്യമല്ല. സോ സ്റ്റുഡൻസ് എല്ലാവരും അപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ടും എബ്രോഡ് MBBS തന്നെ ആയിരിക്കും. എബ്രോഡ് MBBS-ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. എബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കൺട്രി തന്നെയാണ്. കൺട്രിയിൽ ക്രൈം റേഷ്യോ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കൺട്രിയിൽ ബെസ്റ്റ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്യണം. യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റല്, ഹോസ്പിറ്റല്, സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ, ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ഉണ്ടോന്നും ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ടോന്നും നമ്മൾ നോക്കണം. അടുത്തത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ NMC റൂൾസ് ആണ് അല്ലെങ്കിൽ NMC നോംസ് ആണ്. 2021 നവംബർ 18 പബ്ലിഷ് ചെയ്ത NMC നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ EBS എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്യൂ.